ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ട്രേഡിംഗ്. അപ്പോൾ എന്താണ് എവിടെ പോയത്? പ്രധാനപ്പെട്ടൊരു കാര്യം മറന്നു. ഇത് തന്നെ. ഓക്കെ, ഇത് കറക്റ്റായിട്ട് വായിച്ചു നോക്കുക. ട്രേഡിംഗ് എന്ന് പറയുന്നത് അത്ര നല്ല ഈസിയുള്ള കാര്യമൊന്നുമല്ല. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഡെമോ അക്കൗണ്ട് കോട്ടക്സുകാർ തന്നിട്ടുണ്ട്, അതിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ എന്താണ്, നമുക്കൊരു കോൺഫിഡൻറ്റും കാര്യങ്ങളും വരും. വിത്തൗട്ട് ഹെൽപ്പില്ലാതെ ബിഗിനേഴ്സ് ഒരിക്കലും ട്രേഡിംഗ് എന്നതിലേക്ക് ട്രേഡിംഗ് ചെയ്യരുത്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം അതിലേക്ക് ഇറങ്ങുക. ഓക്കെ, ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് നാളായിട്ട് എന്താ പറയുക, വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ബൈനറി ട്രേഡിംഗ് ചെയ്യുന്നു, കോട്ടക്സിലാണ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ നമ്മുടെ VIP ഗ്രൂപ്പുണ്ട്. ഇതാണ് VIP ഗ്രൂപ്പ്. താല്പര്യമുള്ളവർക്ക് VIP ഗ്രൂപ്പിൽ എന്താ പറയുക, ജോയിൻ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ടാവും, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും ഈ വീഡിയോൻ്റെ, അതിൽ നോക്കിയിട്ട് ചെയ്യാം. നമ്മൾ ഇതേപോലെ തന്നെയാണ് സിഗ്നൽസും കാര്യങ്ങളും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന ട്രേഡുകളുടെ ഒരു കോപ്പി. ഓക്കെ, അതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് പോലെയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഗ്രൂപ്പിൽ ഇതിൽ എന്താ പറയുക, ഓൺലി പ്രോഫിറ്റ് 100% പ്രോഫിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള സിഗ്നൽസ് ഒന്നുമല്ല, ലോസും വരും. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ പുട്ട് കൊടുത്തു, ഡൗണിലേക്ക് കൊടുത്തു, റെഡ് ക്യാൻഡിലാണ് ഉണ്ടായത്. പക്ഷേ എനിക്ക് ലോസായിരുന്നു, കാരണം എൻ്റെ എൻട്രി കുറച്ച് താഴെ പോയി, എനിക്ക് ലോസായി. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയും സംഭവിക്കാം. ഓക്കെ, അങ്ങനെ ഒരു ലോസ് വന്നപ്പോൾ നമ്മൾ അടുപ്പിച്ച് രണ്ട് ട്രേഡ് എടുത്തു, അത് നമ്മളെന്ത് ചെയ്തു, വിന്നാവുകയും ചെയ്തു. അപ്പോൾ ലോസ് അവിടെ റിക്കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുക. അല്ലാത്തവർക്ക് മായാവി ട്രേഡിങ്ങിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. ഒരുപാട് കണ്ടൻറ്റുകളും സ്ട്രാറ്റജികളും ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് കണ്ടു നോക്കുക. കോട്ടക്സ് റിലേറ്റഡ് ആയിട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ട്രേഡിംഗ് ജേണിയിൽ ആ ഒരു കാര്യം കൂടെ എന്താ പറയുക, ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ, ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ നിങ്ങളുടെ പ്ലേലിസ്റ്റിൽ സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ ഇന്നൊരു സ്ട്രാറ്റജീനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇതൊക്കെ ഈ സ്ട്രാറ്റജിയൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് നാൾ ഒരുപാട് ദിവസം ഞാൻ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഒരു വീഡിയോ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ഞാൻ പ്രാക്ടീസ് ചെയ്തു എന്ന് വെച്ചിട്ട് അപ്പോൾ എനിക്കായിരിക്കും അതിൻ്റെ എന്താ പറയുക ബെനിഫിറ്റ്, അല്ലെങ്കിൽ എനിക്കായിരിക്കും അതിൻ്റെ എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുക. നിങ്ങളിത് ഈ ഒരു സ്ട്രാറ്റജി കണ്ടിട്ട് മറ്റേ ഇങ്ങനെ ട്രേഡ് ചെയ്തിട്ടുണ്ടല്ലോ, എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ഡയറക്റ്റായിട്ട് ചെയ്യാം, അങ്ങനെയല്ല. നിങ്ങളിതിൽ പ്രാക്ടീസ് ചെയ്യണം. മനസ്സിലാവുന്നല്ലോ? നിങ്ങളുടെ ഇതിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് സ്ട്രാറ്റജിയിലേക്ക് പോകാം. സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഇതൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ ഈ ഒരു ഏരിയ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ഏരിയ പോയിട്ട് ട്രെൻഡ് ലൈൻ ഉണ്ടോ, ട്രെൻഡ് ലൈൻ എടുക്കുക. നമ്മളിന്ന് ട്രെൻഡ് ലൈനിലാണ്. ഓക്കെ, ട്രെൻഡ് ലൈൻ്റെ എടുത്തിട്ട് ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, എങ്കിലും ഞാനൊന്ന് പറയാം. ഓക്കെ, ഈ ഒരു ഏരിയയും രണ്ട് ഏരിയകൾ തമ്മിൽ ടച്ചായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ട്രെൻഡായി. ഇതിപ്പോൾ എന്താ ട്രെൻഡ്, ഒരു ഇച്ചിരി നേരത്തേക്ക് ഡൗൺ ട്രെൻഡാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യും. എന്താണ്, ഇപ്പോൾ ഈ ട്രെൻഡ് ലൈനിൽ തട്ടി മാർക്കറ്റ് താഴെ പോയി, ഈ ട്രെൻഡ് ലൈനിൽ തട്ടി മാർക്കറ്റ് താഴെ പോയി, ഈ ട്രെൻഡ് ലൈനിൽ തട്ടി മാർക്കറ്റ് താഴെ പോകും. മനസ്സിലായോ? താഴെ പോകുമായിരിക്കാം എന്നുള്ള ഒരു പ്രഡിക്ഷൻ, അതാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ ക്രോസ് ആവുകയാണെങ്കിൽ നമ്മൾ അപ്പിലേക്ക് എടുക്കും. ക്രോസ് ആയില്ലെങ്കിൽ നമ്മൾ ഡൗണിലേക്ക് എടുക്കും. അപ്പോൾ നമ്മൾ ഇപ്പം എന്ത് ചെയ്തു, നമ്മൾ അപ്പിലേക്ക് എടുത്തു, കാരണം ക്രോസ് ആയി.
മനസ്സിലാവുന്നുണ്ടോ? ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ചു, അത് ക്രോസായി, നമ്മൾ അപ്പിലേക്ക് ട്രേഡ് എടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് നോക്കാം ഇതെങ്ങോട്ടാണ് പോകണത്. ഇനി ഇതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ടാണെങ്കിൽ എന്താവും? ഈ വരുന്ന ഈ ക്യാൻഡിൽ റെഡ് ക്യാൻഡിലായിട്ട് വലിയ റെഡ് ക്യാൻഡിൽ വരും. ചെറുതല്ല, വലിയ റെഡ് ക്യാൻഡിൽ. ചെറിയ റെഡ് ക്യാൻഡിലാണ് വരുന്നതെങ്കിൽ നമ്മൾ MTG അപ്പിലേക്ക് തന്നെ എടുക്കും. വലിയ റെഡ് ക്യാൻഡിലാണെങ്കിൽ നമ്മൾ MTG ഡൗണിലേക്ക് എടുക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഉള്ളത് ഇതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ടാണെങ്കിൽ എന്താവും? ഈ വരുന്ന ഈ റെഡ് ക്യാൻഡിൽ ഇപ്പോൾ ഫോം ആവുന്ന റെഡ് ക്യാൻഡിൽ ഉണ്ടോ? റെഡ് ക്യാൻഡിൽ മനസ്സിലാവുന്ന നോക്കിയോ? ഈ റെഡ് ക്യാൻഡിൽ വലിയ റെഡ് ക്യാൻഡിലാവും. മനസ്സിലാവുന്നുണ്ടോ? ഇതിപ്പോൾ ചെറിയ റെഡ് ക്യാൻഡിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പിലേക്ക് തന്നെ എടുത്തു. കണ്ടോ പോക്ക് കണ്ടോ? നോക്കിയേ. അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? അവിടെ നിന്ന് മനസ്സിലായി അത് ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ടല്ല, റീടെസ്റ്റ് ചെയ്തിട്ട് പിന്നെയും മുകളിലേക്ക് പോവുകയാണ്. ഇതെപ്പോഴും വർക്കാവുമോ? 100% ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ ആവുമോ? ഇല്ല. അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അത് ബേസ്ഡ് ഓൺ ദ ഫ്ലക്ച്വേഷൻ, ബേസ്ഡ് ഓൺ ദ മാർക്കറ്റ് കണ്ടീഷൻ, ബേസ്ഡ് ഓൺ ദ ടൈം, എല്ലാതും ഡിപ്പെൻഡ്, ബേസ്ഡ് ഓൺ യുവർ പ്രാക്ടീസ്. അല്ല, ഇത് ഫേക്ക് ആണോ, ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണോ അല്ലയോ ആണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. മനസ്സിലാവുന്നുണ്ടോ? അതും കൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാം കൂടി ആയതിനു ശേഷം മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജിയിൽ നമ്മൾ ചെയ്യുന്ന ഇന്നൊരാൾ മായാവി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെയൊരു സ്ട്രാറ്റജി ഉണ്ട്, ഇതെനിക്കിപ്പോൾ വർക്കൗട്ട് ആവുന്നുണ്ടോ, എനിക്കിത് ഇതാവുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളിതിൽ പ്രാക്ടീസ് ചെയ്തേ മതിയാവും. അപ്പോൾ നോക്കി 2 ക്യാൻഡിലും കൂടെ അടുപ്പിച്ച് വന്ന് നമുക്ക് ലോസ് വന്നു. നമ്മുടെ സ്ട്രാറ്റജിയാണിത്. ഓക്കെ, ബ്രേക്കൗട്ടായി, എന്നിട്ട് നമുക്കിത് ലോസും തന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇത് നമുക്ക് മേലോട്ട് പോണത്. നോക്കി നമ്മൾ എന്ത് പറയും? ഇതിനെന്ത് പറയണം? നമ്മൾ ഇങ്ങനെ ഫ്ലക്ച്വേഷൻസും കാര്യങ്ങളും ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എന്താണ് ഇവിടെ സംഭവിക്കണേന്ന് നോക്കാം. എന്താ സംഭവിക്കണേ? സ്ട്രോങ് ആയിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ അവിടെ ഫോം ആയിട്ടുണ്ട്. ഓക്കെ, എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് അപ്പിലേക്ക് നമ്മൾ ട്രേഡ് എടുക്കും. വെയിറ്റ്. ഓക്കെ, നമ്മൾ അപ്പിലേക്ക് ട്രേഡ് എടുത്തു. മനസ്സിലാവുന്നുണ്ടോ? പോക്ക് കണ്ടോ? മനസ്സിലാവുന്നില്ലേ? ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മളിവിടെ സ്ട്രാറ്റജി പ്രകാരം ഇവിടെ ചെറിയൊരു റീടെസ്റ്റ് നടത്തി അടുത്ത ക്യാൻഡിൽ എന്ത് ചെയ്യണം? അടുത്ത ക്യാൻഡിൽ എന്താവണം? എന്ത് വരണമായിരുന്നു? അടുത്ത ക്യാൻഡിൽ അപ്പിലേക്ക് പോകണമായിരുന്നു അല്ലേ? അടുത്ത ക്യാൻഡിൽ അപ്പിലേക്ക് പോകണം. എന്തായിപ്പോയി? അപ്പിലേക്ക് സംഗതി പോയില്ല. അവിടെ ഫ്ലക്ച്വേഷൻ വന്നു. ഓക്കെ, അവിടെ അപ്പിലേക്ക് എടുത്തവരെ കംപ്ലീറ്റ് അവർ എന്ത് ചെയ്തു? പൈസ മുഴുവൻ കളഞ്ഞു. അടുത്ത ക്യാൻഡിൽ മുതൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള മൂവ്മെൻറ്റിലേക്ക് അത് പോവുകയും ചെയ്തു. കണ്ടോ? അത് എങ്ങനെ കൺഫർമേഷൻ ചെയ്തു? നമ്മൾ അവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയപ്പോൾ അവിടെ വെച്ചാൽ അവിടെ സ്ട്രോങ് സ്ട്രോങ് ആയിട്ട് അവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇതിപ്പോൾ നമ്മൾ റിയൽ മണിയിലാണ്, USD JPY എന്ന റിയൽ മണിയിലാണ് നമ്മൾ ചെയ്തത്, റിയലിൽ. ഇനി നമുക്ക് OTCയിൽ ചെയ്ത് നോക്കാം. ഇതേ സംഗതി തന്നെ OTCയിൽ വർക്കൗട്ട് ആകുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളെന്ത് ചെയ്യുന്നു? എടുക്കുന്നു, ട്രെൻഡ് ലൈൻ എടുക്കുന്നു. അതിനുശേഷം ട്രെൻഡ് ലൈൻ നമ്മൾ കുറച്ച് നിങ്ങൾ പ്രാക്ടീസൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈനൊന്നും നിങ്ങൾക്കൊന്നും വരയ്ക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്കങ്ങനെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ട്രെൻഡ് ലൈൻ ഉണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ എന്നുള്ളതൊക്കെ. ട്രെൻഡ് ലൈൻ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പം നമ്മളിവിടെ വരച്ചു, ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്. എന്താണ് സ്ഥിതി? ഇവിടെ ഇങ്ങനെ കൺസോളിഡേറ്റ് ആയിട്ട് ഇപ്പോൾ നിൽക്കണം. നമ്മളെന്ത് ചെയ്യും? ഓക്കെ,
ഈ ഒരു ഈ ഒരു ഈ ഒരു കണ്ടോ അങ്ങ് പോകുന്നില്ല. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ നമ്മൾ ഇനി ഗ്രീനാണ് വരുന്നതെങ്കിൽ ഓക്കെ വിട്, കഴിയുന്നത് ഈ ഒരു ഏരിയയിൽ നമ്മൾ ചെയ്യാതിരിക്കുക നല്ലത്. ഭയങ്കരമായിട്ട് കൺസൾട്ടേറ്റഡ് ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, വേണ്ട. ഇനി നമുക്ക് അടുത്ത ട്രെൻഡ് ലൈൻ ഏതാണ്? ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടോ നോക്കട്ടെ. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടോ നോക്കട്ടെ. ട്രെൻഡ് ലൈൻ ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പിലേക്ക് എടുക്കും കേട്ടോ. ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പിലേക്ക് എടുക്കണം. ലോജിക്ക് പറഞ്ഞേട്ടെ. ഓക്കെ, ഈ ട്രെൻഡ് ലൈന് തട്ടി ഇവിടെ നിന്ന് വന്ന് ഇത് തട്ടി മേളിലേക്ക് പോയി, ഇവിടെ വന്ന് തട്ടി മേലോട്ട് പോയി. ഇനി ഈ ട്രെൻഡ് ലൈൻ ഇവിടെ വന്നു തട്ടി മേലോട്ട് പോകും. ഓക്കെ, ഇനി ഇത് ബ്രേക്ക് ആവുകയാണെങ്കിൽ ബ്രേക്ക് ആവുകയാണെങ്കിൽ വളരെ സിമ്പിൾ, നമ്മൾ ഡൗണിലേക്ക് ഒരു ട്രേഡ് എടുക്കും. MTG നമ്മൾ ഡൗണിലേക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എവിടെ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ എന്ന്. സപ്പോർട്ടിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. ഇവിടെ സപ്പോർട്ടിൻ്റെ ഇത് കഴിഞ്ഞു. ഇവിടെ ട്രെൻഡ് ലൈനിൻ്റെ ആ ഒരു പ്രാധാന്യം കൊടുത്താൽ മതി നിങ്ങൾ. ഓക്കെ, പിന്നെ ഇവിടെ റിജക്ഷൻ ഇല്ലായിരുന്നു, അത് നമ്മൾ നോക്കണമായിരുന്നു. ഓക്കെ വിട്, അത് കുഴപ്പമില്ല. ഇനി ഞങ്ങൾ ട്രേഡ് എടുക്കും. ഡൗണിലേക്ക് ട്രേഡ് എടുക്കും. ഓക്കെ, കാരണം ട്രെൻഡ് ലൈൻ എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. ഇത്ര അടുത്ത ബോഡി അത്രയും വലിപ്പം ഇല്ലാത്തതുകൊണ്ട് റീടെസ്റ്റ്, ചെറിയൊരു രീതിയിലോട്ട് റീടെസ്റ്റ് ചെയ്തിട്ട് താഴോട്ട് തന്നെ പോരും. ഓക്കെ, വലിയ ബോഡിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പിലേക്ക് എടുക്കുമായിരുന്നു. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസുകളും കാര്യങ്ങളും ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. പല സ്ട്രാറ്റജികൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. എന്താ ഇവിടെ ഈ ട്രേഡ് എടുക്കുമ്പോൾ ഗ്രീൻ കളർ വരാതിരിക്കുന്നത്? ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അപ്ഡേറ്റിങ് എന്തെങ്കിലും ആയിരിക്കും അവരുടെ. ഇനി അടുത്ത ട്രെൻഡ് ലൈൻ. ഇതിപ്പോൾ എടുക്കുന്നത് മുഴുവനും പിന്നാവണമെന്നൊന്നുമില്ല, മനസ്സിലാക്കണം നിങ്ങൾ. ഓക്കെ, എടുക്കുന്ന മുഴുവനും പിന്നാവും അങ്ങനെയൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ പ്രാക്ടീസ് അതിലാണ് ഈ കളി കിടക്കുന്നത്. ഇവിടെ ട്രെൻഡ് ലൈൻ വരച്ചു നോക്കാം. ഓക്കെ 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 ഡൗണിലേക്ക് നമ്മൾ എഴുതുന്നുണ്ട്. ഡൗണിലേക്ക് എടുത്തു. എന്തുകൊണ്ട്? ട്രെൻഡ് ലൈൻ 130 ഡൗണിലേക്ക് പോയി, ട്രെൻഡ് ലൈൻ 130 ഡൗണിലേക്ക് തന്നെ പോയി. ഇത് റീടെസ്റ്റ് വരികയാണെങ്കിൽ നോ പ്രോബ്ലം, നമ്മൾ MTG ഡൗണിലേക്ക് എടുക്കും. MTG എല്ലാവരും പറയും MTG ഭയങ്കര ഇതാണെന്നുള്ളത്. പക്ഷേ MTG നിർബന്ധമാണ്. കാരണം നമ്മൾ എടുക്കുന്നത് 1 മിനിറ്റിലാണ് ട്രേഡ്. മനസ്സിലാവുന്നുണ്ടോ? എന്തൊക്കെ ചെയ്താലും ചെറിയൊരു പാകപ്പിഴകളും കാര്യങ്ങളും ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് മനസ്സിലാവുന്നത്. ഇവിടെ ഇങ്ങനെ എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ. ഇപ്പോൾ റെഡ് വന്നു കറക്റ്റ്. ഇവിടെ ഗ്രീൻ വരണ്ടല്ലേ ഇപ്പോൾ?
നമ്മൾ ഡൗണിലേക്ക് തന്നെയാണ് എടുത്തേക്കണേ. നമ്മൾ അപ്പിലേക്ക് എടുത്തിട്ടില്ല. MTG ഡൗണിലേക്ക് തന്നെയാണ് എടുത്തേക്കണേ. മനസ്സിലാവുന്നുണ്ടോ? കാരണം ആ ട്രെൻഡ് ലൈൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡൗണിലേക്കാണ് എടുത്തിരിക്കുന്നത്. കാരണം ഈ വന്ന ഗ്രീൻ ക്യാൻഡിൽ ഈ ട്രെൻഡ് ലൈനിനെ കവർ ചെയ്തിരുന്നെങ്കിൽ, കവർ ചെയ്ത് ക്ലോസ് ചെയ്ത് അപ്പുറത്ത് ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പറയാമെന്ന്. ഓക്കെ. ഇവിടെ ഗ്രീൻ കളർ കാണിക്കുന്നു, ഇവിടെ ഗ്രീൻ കളർ കാണിക്കുന്നില്ല. വൈ? എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സംതിങ് പ്രോബ്ലം. ഓക്കെ. അവർ എന്തെങ്കിലും അപ്ഡേറ്റിംഗ് കാര്യങ്ങളായിരിക്കും. ഓക്കെ, ഇപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക്? കാര്യങ്ങൾ മനസ്സിലായില്ലേ? വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്യാം, കറൻറ്റ് മാർക്കറ്റ് ഇപ്പോൾ എവിടെയാണോ ഇതുള്ളത്, എവിടെയാണോ ക്യാൻഡിലുള്ളത്, ഒരു മിനിറ്റ്. ഓക്കെ, എവിടെയാണോ ക്യാൻഡിലുള്ളത് അവിടെ കൊണ്ടുപോവുക. അവിടെ കൊണ്ടുപോയതിന് ശേഷം ട്രെൻഡ് ലൈൻ, ഈ ഇത് വരയ്ക്കാം. ട്രെൻഡ് ലൈൻ എങ്ങനെ വരയ്ക്കാം? വരച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇതിനെ ബ്രേക്ക് ചെയ്യുമോ നോക്കുക. അല്ലാതെ ഇതിപ്പോൾ ഓൾറെഡി മാർക്കറ്റ് മേലെയാണ്, ഇതിനെ ബ്രേക്ക് ചെയ്യുമോ നോക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നമ്മൾ നോക്കേണ്ടത്. സോറി. ഓക്കെ, ഇവിടെ എന്തായി സ്ഥിതി? ട്രെൻഡ് ലൈന് നോക്കട്ടെ. ഓക്കെ, ഒരു ട്രെയിനും കൂടെ നമുക്ക് എടുക്കാം. ശരി, ഇതാ. ഓക്കെ, ഇതാ മറ്റേ ഇതും കൊണ്ട് വരച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം അതാണ്. നമ്മൾ ഇതിൻ്റെ ഇത് കൊണ്ട് വരയ്ക്കണം. ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടുത്തെ ടൂൾ തന്നെ എടുത്ത് വരയ്ക്കണം. ട്രെൻഡ് ലൈൻ കട്ടിക്ക് ഇരുന്നോട്ടെ. ഓക്കെ, ട്രെൻഡ് ലൈൻ. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ, ഇതിവിടെ ഇരിക്കട്ടെ, ഇത് കൊണ്ട് മേലോട്ട് പോയിക്കോട്ടെ. നോക്കാം. ഇവിടെ ഒരു ഫോർമേഷൻ വന്നിട്ടില്ല. വേണ്ട, ഇത് റിസ്ക്കാണ് കേട്ടോ. ഇതിപ്പോൾ റിസ്ക്കാണ്. നമ്മൾ വരച്ച ട്രെൻഡ് ലൈനിൽ ഒരു ഇതും വന്നിട്ടില്ല. അതുകൊണ്ട് ഇത് റിസ്ക്കാണ്. നമ്മൾ അതിൻ്റെ ആ ഭാഗത്തേക്ക് നോക്കാതിരിക്കുന്നത് നല്ലത്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഓവറോൾ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓവറോൾ ഓക്കെ, ട്രെൻഡ് ലൈൻ എങ്ങനെയാണ് ട്രെൻഡ് ലൈൻ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ ഡൗൺ സൈഡിലേക്കാണ് നിങ്ങൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നതെങ്കിൽ ഓക്കെ, മേലെ നിന്ന് നിങ്ങൾ നോക്കുക. കറക്റ്റ് ലൈൻ നോക്കി കഴിഞ്ഞ ശേഷം, അപ്പിലേക്കാണെങ്കിൽ കറക്റ്റ് ലൈൻ നോക്കിയതിന് ശേഷം അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നതാണെങ്കിൽ അപ്പിലേക്ക് എടുക്കുക. ഇനി താഴെയാണ് നിങ്ങൾ ലൈൻ വരയ്ക്കുന്നതെങ്കിൽ മാർക്കറ്റ് എവിടെയാണോ അത് നോക്കുക. ഒന്നെങ്കിൽ ആ ട്രെൻഡ് ലൈനിനെ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ നോക്കുക, അല്ലെങ്കിൽ ട്രെൻഡ് ലൈനിനെ റിജക്ഷൻ എടുക്കുന്നുണ്ടോ നോക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ നോക്കുക. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ട്രേഡിംഗ് വ്യൂവിൽ ഇതിൽ വരയ്ക്കുന്നതിന് നല്ല ട്രേഡിംഗ് വ്യൂവിൽ വരയ്ക്കുന്നത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ട്രേഡിംഗ് വ്യൂവിൽ ഞാൻ വരച്ച് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ട്രെൻഡ് ലൈനിൻ്റെ തന്നെ ഒരു ക്ലാസ് നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, ട്രെൻഡ് ലൈൻ ഇല്ലാത്ത ഒരു മാർക്കറ്റ് ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ മാർക്കറ്റിലും എല്ലാ ടൈമിലും ട്രെൻഡ് ലൈനും കാര്യങ്ങളും ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക.
ആ ട്രെൻഡ് ലൈൻ ബേസിസിലും നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇനി അടുത്തത് ഡബിൾ ബോട്ടവും മറ്റേ ഹെഡ് ആൻഡ് ഷോൾഡറും അതുപോലെ തന്നെ W പാറ്റേൺ, V പാറ്റേൺ, M പാറ്റേൺ, ഒരുപാട് സംഗതികളുണ്ട്. അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ അടുത്തടുത്തായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ.